OnePlus ഒന്നും എടുക്കാൻ അവിടെ നിൽക്കരുത്. 12R എന്തിനാണ് പറ്റിയത്? ഇത് ചുമ്മാ രാവിലെ ഇരുന്നപ്പോ പെട്ടെന്ന് ഡിസ്പ്ലേ അങ്ങ് പെട്ടെന്ന് ഓഫായി പോയി. മറ്റേ എടുക്കുന്ന സീനൊന്നുമില്ല. 1 ഇയർ വാറണ്ടി കഴിഞ്ഞ് അപ്പോഴേ പോവുന്ന സാധനം. ഇത് ഫിസിക്കൽ ഡാമേജ് ഒന്നും ഇല്ലല്ലോ. ഫിസിക്കൽ ഡാമേജ് ഒന്നുമില്ല. ഒരു സ്ക്രാച്ച് ഒരു കാര്യം ഒന്നുമില്ല. വീണിട്ടുമില്ല. നമ്മൾ അങ്ങനെ കൊണ്ടുവരുന്ന ഫോണാണ്. വിഷയമൊന്നുമില്ല. ഒരു വിഷയമില്ല. രാവിലെ എഴുന്നേറ്റ് ഞാൻ അലാറൊക്കെ ഓഫ് ചെയ്ത് ഒരു പ്രശ്നമില്ലാത്ത ഫോണാണ്. ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഒന്ന് നോക്കണം ഡിസ്പ്ലേ ഓഫ്. ഇത് OnePlus രണ്ടാമത്തെ ഫോണാണ്. ആദ്യം ഇരുന്ന OnePlus 9 ആണ് ആദ്യം ഇരുന്നത്. അത് ലൈം വീണ്. അത് മാറ്റി തന്നാ? ആ ലൈം വീണ് വൗച്ചർ കിട്ടിയാണ്. 48,000 രൂപ ഫോണായിരുന്നത്. 32,000 വൗച്ചർ വന്നു. അപ്പൊ തന്നെ എനിക്ക് അവിടെ 16,000 നഷ്ടം വന്നു. പിന്നെ 8,000 കൂടെ അധികം കൊടുത്താണ് ഇത് എടുക്കണം. കറക്റ്റ് 1 ഇയർ കഴിഞ്ഞപ്പോ ഇതും പോയി. ഇപ്പൊ ഏത് ഫോൺ യൂസ് ചെയ്യുന്ന ഫോണാണ് വെറൈറ്റി. അളിയൻ ഇതിനെതിരെ വീഡിയോ ഒക്കെ ഇടണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഫോൺ അടിച്ചു വീഡിയോ എടുക്കാൻ പോലും ഫോണില്ലാത്ത അവസ്ഥയാണ്. പണ്ട് എന്തൊരു കിടില ഫോണാണല്ലോ OnePlus. കോളേജ് പഠിക്കുന്ന സമയത്ത് OnePlus സെറ്റ് ഫോണായിരുന്നു. ഞാനും കോളേജ് പഠിക്കുന്ന സമയത്താണ് എടുത്തത്. ലൈൻ വീണ് തുടങ്ങിയതിനു ശേഷം യുവമാരാണ് വിഷയം. ലൈൻ ലൈഫ് വാറണ്ടിയാണ്. പക്ഷേ വാറണ്ടി പീരീഡ് കഴിഞ്ഞാൽ പീരീഡ് കഴിഞ്ഞാൽ OnePlus ഒക്കെ അടിക്കുന്നെങ്കിൽ നോക്കിയൊക്കെ എടുക്കാം. ഇപ്പൊ കഴിഞ്ഞ എത്ര രൂപ? ഇത് 12,000 സംതിങ് ആണ് ഇതിനാവുന്നത് ഡിസ്പ്ലേയുടെ വില. അല്ല പൈസ ഞാൻ വിളിച്ച് സംസാരിച്ച് ഞാൻ കൺസ്യൂമർ കോർട്ടിൽ കംപ്ലൈന്റ് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സംസാരിച്ച് വീഡിയോ ഒക്കെ ഇടുമെന്ന് പറഞ്ഞ് അവരെ പേടിപ്പിച്ചപ്പോൾ 50% കുറച്ച് തന്നു. എങ്കിലും 6,000 സംതിങ് 7,000 രൂപ അടുപ്പിച്ചാവും. 10 രൂപയ്ക്ക് ഇതിന്റെ യൂസിന് ഫോൺ കിട്ടുമല്ലേ? നമ്മളെ തറയെ വീണെങ്കിൽ ശരി. ചുമ്മാ ഇരുന്ന ഫോണോ ഒരു കുഴപ്പമില്ലായിരുന്ന ഫോണ് പെട്ടെന്ന് ഇല്ലാതായി.